സമീർ സി മുഹമ്മദ് ചേരുന്നുണ്ട്. സമീറിനൊപ്പം ഒരുപാട് ആളുകൾ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മുമ്പ് സംസാരിച്ച ആളുകളെല്ലാം തന്നെ ഒരുപക്ഷെ നമ്മൾ ഈ ക്യാമ്പയിൻ ആരംഭിക്കുമ്പോൾ കണ്ടതിനേക്കാൾ ഏറെ ആവേശത്തിൽ അല്ലെങ്കിൽ കൂടുതൽ ആത്മവിശ്വാസത്തിൽ ലഹരിക്കെതിരെ പൊരുതാൻ നമുക്കൊരു ഊർജ്ജം തരുന്ന തരത്തിലാണ് അവരുടെ പ്രതികരണങ്ങൾ വരുന്നത്. കൂടുതൽ പ്രതീക്ഷ നൽകുന്നതാണ് അവിടെ നിന്ന് കാണുന്ന അവിടെ എത്തുന്ന ഓരോ മനുഷ്യരുടെയും വാക്കുകൾ. തീർച്ചയായും ഗോകുൽ സൂചിപ്പിച്ചതുപോലെയാണ് ഈ കാലം ആവശ്യപ്പെടുന്ന ഒരു ക്യാമ്പയിനുമായാണ് 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ മുന്നോട്ട് പോകുന്നത്. അതിനെ പിന്തുണയർപ്പിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് നിരവധി പേർ അതിൻ്റെ സമാപന സമ്മേളനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കോഴിക്കോട് ബീച്ചിൽ നിന്ന് കാണാനാവുന്നത്. വിദ്യാർത്ഥികൾ, അധ്യാപകർ, അതുപോലെ തന്നെ വിവിധ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ, അങ്ങനെല്ലാം തന്നെ ഈ കോഴിക്കോട് ബീച്ചിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ വലിയ ലക്ഷ്യമായി, ഒരു മഹത്തായ ലക്ഷ്യമായി ഇറങ്ങിയ ഈ യാത്രയ്ക്ക് അതിൻ്റെ സമാപനത്തിലേക്ക് എത്തുന്ന വേളയിൽ അതിൻ്റെ ആ ചരിത്ര നിമിഷത്തിൻ്റെ ഭാഗമാവുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് വിവിധ മേഖലയിൽ നിന്നായിക്കൊണ്ട് നിരവധി പേർ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ ബീച്ചിൻ്റെ ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ അത്തരത്തിൽ എത്തിയ കുടുംബങ്ങളോടുകൂടി എത്തിയ നിരവധി പേരെ നമുക്ക് കാണാം. ഒപ്പം തന്നെ ഇതിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിരവധി സ്കൂളുകളിൽ നിന്ന്, അതുപോലെ സന്നദ്ധ സംഘടനകളുടെയൊക്കെ ഭാഗത്തു നിന്നുള്ള ആൾക്കൂട്ടങ്ങളെ നമുക്ക് കാണാനാവുന്നു. നമുക്കിവിടെ ഇപ്പോൾ കാണാം സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് കുട്ടികളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. മലപ്പുറം എടവണ്ണപ്പാറ, ചീക്കോട്, KKMHS എന്നുള്ള കുട്ടികളാണ്. അധ്യാപകരുമൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരൊക്കെ ഇതിന് അഭിവാദ്യം അർപ്പിക്കുന്നത്. അവരുടെയൊക്കെ കൈകളിൽ ത്തിൻ്റെ കടക്കൽ വെക്കുന്നു, മഴുവാണ് കത്തി. അങ്ങനെ ഓരോന്നിനും ഈ ലഹരിക്കെതിരെ, അക്രമത്തിനെതിരെയായിട്ടുള്ള ഒരു ബോധവൽക്കരണത്തിൻ്റെ പ്ലക്കാർഡുകളുമായിക്കൊണ്ടാണ് ഈ വിദ്യാർത്ഥികളെല്ലാം തന്നെ എത്തിയിട്ടുള്ളത്. അവിടെ അധ്യാപകരും എല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലാണ് വിവിധ മേഖലകളിൽ നിന്നായിക്കൊണ്ട് നിരവധി പേർ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. മക്കളൊക്കെ അപ്പോൾ നമ്മുടെ സാറിൻ്റെ ഈ ക്യാമ്പയിൻ കാണാറുണ്ടല്ലോ അല്ലേ? അപ്പോൾ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് എത്തിയതാണ്. എന്താണ് സമൂഹത്തോട് പറയാനുള്ളത്? ഈ പ്ലക്കാർഡുകളിലൊക്കെ വിവിധ മുദ്രാവാക്യങ്ങളുണ്ട്. ഒപ്പം മറ്റെന്ത് കാര്യങ്ങളൊക്കെയാണ് സന്ദേശമായി നൽകാനുള്ളത്? ലഹരി ഉപയോഗിക്കാതിരിക്കുക, അത്രേ ഉള്ളൂ. ലഹരി ഒരിക്കലും നല്ലതല്ലല്ലോ. അത്ര ഉപയോഗിക്കാതിരിക്കുക. സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ ഒരു രീതിയിൽ നടക്കുകയാണ്. ഞങ്ങളും ആൾക്കൂട്ടങ്ങളൊക്കെ കൂടി നിൽക്കുകയാണ് സാർ. അധ്യാപകരുണ്ട്, അതുപോലെ തന്നെ രക്ഷിതാക്കളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് മാഷേ കാര്യങ്ങളൊക്കെ? ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ നിന്നാണ് വരുന്നത്. 35 കിലോമീറ്റർ താണ്ടിയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. വളരെ സന്തോഷമുണ്ട് ഏതായാലും ഇങ്ങനെയൊരു വേദി ലഭിച്ചതിൽ. ഞങ്ങൾ പ്ലാസ്റ്റിക് വിമുക്ത ക്യാമ്പസ് എന്നുള്ള ഒരു മുദ്രാവാക്യവുമായിട്ടും അതുപോലെ ലഹരി വിമുക്ത ക്യാമ്പസ് എന്ന മുദ്രാവാക്യവുമായിട്ട് വളരെ സജീവമായിട്ട് രംഗത്ത് നമ്മുടെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് കുട്ടികളാണ് ഈ കാണുന്നത് മുഴുവൻ. അതുപോലെ ഷായി സാറൊക്കെ അവിടെ ഉണ്ട്. വളരെ സജീവമായിട്ട് നമ്മളെ പരിപാടി നടക്കുന്നുണ്ട്. നമ്മളെല്ലാ മേഖലയിലും നമ്മൾ വിജയം വരിച്ചിട്ടുണ്ട്. തിളക്കമാർന്ന വിജയം, 100% വിജയം, 108 A+. അതുപോലെ രാജ്യപുരസ്കാരിൽ 102 കുട്ടികളാണ് രാജ്യപുരസ്കാരിൽ കേഡറ്റുകൾക്ക് വിജയം വരിച്ചിരിക്കുന്നത്. NMMS, അതുപോലെ 33 NMMS, അതുപോലെ JRC, സ്കൗട്ട്, ലിറ്റിൽ കൈറ്റ്സ്, എല്ലാ മേഖലകളിലും നമ്മൾ വിജയം വരിച്ചിട്ടുണ്ട്. പഠനത്തോടൊപ്പം ഇത്തരം കാര്യങ്ങളിലും വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. അതെ, പഠനത്തോടൊപ്പം ഇത്തരം കാര്യങ്ങളിലും സംസ്ഥാനത്ത്, അതുപോലെ തന്നെ നമ്മൾ നാഷണൽ ലെവലിൽ നമ്മളെ സ്പോർട്സിൽ 2 കുട്ടികൾ നാഷണൽ ലെവലിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ സംസ്ഥാന തലത്തിലും നിരവധി സമ്മാനങ്ങൾ നമ്മൾ വാരിക്കൂട്ടിയിട്ടുണ്ട്. ഈ പ്രചാരണ പരിപാടി എങ്ങനെയാണ് കാണുന്നത്? ശ്രീകണ്ഠൻ നായർ സാർ നടത്തുന്ന ഈ പ്രചാരണ പരിപാടി എങ്ങനെയാണ് കാണുന്നത്? ശ്രീകണ്ഠൻ സാറിന് ചാനലിൽ ഒരു ഇൻ്റർവ്യൂ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭാഗ്യമാണ്. മാത്രമല്ല സാറിൻ്റെ ചാനൽ പരിപാടി കണ്ടിട്ടുണ്ട്. വളരെ ഗംഭീരമായിട്ടുള്ള പരിപാടിയാണ്. നമുക്ക് ഈ കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് നേടാൻ പറ്റും, സ്കൂളിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നാണ് ഞങ്ങൾ അതിനെപ്പറ്റിയൊരു ഡിസ്കഷനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലഹരിക്കെതിരായിട്ടുള്ള ഈ ക്യാമ്പയിൻ അതിൻ്റെ ഒരു സമാപനത്തിലേക്ക് നീങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് നിരവധി പേർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമാവുകയാണ് സ്കൂളും കുട്ടികളും അതുപോലെ തന്നെ അധ്യാപകരുമൊക്കെ. ഇനി എന്തൊക്കെ ആണ് ഇന്നിപ്പോൾ നമ്മൾ ഈ ഇവിടെ ഒരു ജനസാഗരം ഉയരുന്നു, ഇവിടെ പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് പിരിഞ്ഞു പോകുന്നത്. സ്കൂളിൽ വരും ദിവസങ്ങളിലൊക്കെ നടപ്പാക്കാൻ പോകുന്ന പദ്ധതികൾ എങ്ങനെയൊക്കെയാണ് ഈ ക്യാമ്പയിൻ്റെ ഭാഗമായിക്കൊണ്ട്? ഞങ്ങളുടെ സ്കൂളിൽ ഈ അധ്യയന വർഷത്തിൽ തന്നെ ജൂണിൽ തന്നെ ഒരു ഹൗസ് ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട്. അതുപോലെ വലിയൊരു ഒരു പ്രോജക്റ്റ് തയ്യാറാക്കിയിട്ട് നമ്മൾ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന് കുട്ടിപ്പട്ടാളം എന്ന രീതിയിലുള്ള ഒരു ടീമിനെ സജ്ജമാക്കിയിട്ടുണ്ട്. ആ കുട്ടിപ്പട്ടാളം സ്കൂളിലെ എല്ലാ മേഖലകളിലും, അതുപോലെ മൈക്രോ ഒബ്സർവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റാഫിൻ്റെ ഇടയിൽ ഒരു ടീമുണ്ട്. അതുപോലെ PTA പ്രതിനിധികളും PTA എക്സിക്യൂട്ടീവ്സ്, മാനേജ്മെൻറ്റ്, നമ്മൾ ഊർജ്ജം പകർന്നുകൊണ്ട് മാനേജ്മെൻറ്റ് ഞങ്ങളെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാവും. അതുപോലെ PTA എക്സിക്യൂട്ടീവ്സും എല്ലാം കൂടെ കൂട്ടിയിട്ട് മൈക്രോ ഒബ്സർവേഴ്സ് എന്ന് പറഞ്ഞൊരു ടീം സജീവമായിട്ട് ഇതിനെതിരെ പ്രതികരിക്കാൻ വേണ്ടി ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട്.
ഗോകുൽ, ഇങ്ങനെയാണ് വിവിധ മേഖലകളിൽ നിന്നായിക്കൊണ്ട് നിരവധി പേർ എത്തിക്കൊണ്ടിരിക്കുന്നു. അവരെല്ലാം തന്നെ ഇതിന്റെ ഭാഗമാവുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ ഈ ഒരു ദിവസത്തിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവിധ പദ്ധതികൾ സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ നടപ്പിലാക്കും എന്നുള്ള ആ ഒരു പ്രതിജ്ഞയോട് കൂടെ തന്നെയാണ് ഇവിടുന്ന് മടങ്ങുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ നമ്മുടെ പരിപാടി ആരംഭിക്കും. ഇപ്പോൾ ദീപശിഖ പ്രയാണത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ അതിന്റെ അവസാന ഘട്ടത്തിലാണ്. വിവിധ സ്കൂളുകളെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള വിദ്യാർത്ഥികളാണ് ഈ ദീപശിഖ പ്രയാണത്തിൽ പങ്കെടുക്കുക. 200ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ദീപശിഖ പ്രയാണമാണ് ഈ വേദിയിലേക്ക് എത്തിച്ചേരുക. അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം തന്നെ ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും പരിപാടിക്ക് ഔദ്യോഗികമായിട്ടുള്ള തുടക്കം കുറിക്കുന്നത്. ഏതായാലും വലിയ ജനപങ്കാളിത്തത്തോടെ ഓരോ ജില്ലകളും കടന്നു വരുമ്പോൾ വലിയ പങ്കാളിത്തമുണ്ടായിരുന്നു. അതിൻ്റെ സമാപനത്തിലേക്ക് എത്തുമ്പോൾ ഒരു വലിയ ജനസാഗരം തന്നെ കോഴിക്കോട് ബീച്ചിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് ഇവിടുന്ന് പങ്കുവെക്കാനുള്ളത്. ഗോകുൽ, കേരളം കൈകോർത്ത് പിടിച്ച പര്യടനമാണ്. 1 മാസത്തിലേറെ നീണ്ടു നിന്ന ലഹരിക്കും അക്രമത്തിനുമെതിരായ മുദ്രാവാക്യമുയർത്തിയ കേരള പര്യടനം, SKN40 കേരള യാത്രയുടെ ജനകീയ പ്രതിരോധത്തിന്റെ സമാപനമാണ് കോഴിക്കോട് അല്പസമയത്തിനകം നടക്കാൻ പോകുന്നത്. ഏതായാലും ഇവിടേക്ക് എത്തുന്ന മനുഷ്യരായ കോഴിക്കോട് ബീച്ചിലേക്ക് ഒഴുകിയെത്തുന്ന ജനങ്ങൾ അവർ എല്ലാവരും ഈ ലഹരി വിരുദ്ധ മുദ്രാവാക്യം അല്ലെങ്കിൽ ലഹരിക്കെതിരായ പ്രതിരോധത്തിന്റെ മുദ്രാവാക്യവും പ്രതിരോധത്തിന്റെ ദൗത്യവും ഏറ്റെടുത്തു വരുന്നു എന്നത് അങ്ങേയറ്റം ആവേശം നൽകുന്നതാണ്, അങ്ങേയറ്റം ആത്മവിശ്വാസം നൽകുന്നത് കൂടിയാണ്. സമീർ ബിൻ കരീം ഒരിക്കൽ കൂടി ചേരുന്നു. സമീർ, അവിടേക്ക് കടന്നു വരുന്ന മനുഷ്യരെല്ലാവരും അവർ കയ്യിൽ പ്ലക്കാർഡുകൾ അല്ലെങ്കിൽ പാംപ്ലെറ്റുകളൊക്കെയായി ഈ ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമാവുകയാണ്. ഓരോരുത്തരും അവരാൽ കഴിയുന്ന തരത്തിൽ വിദ്യാർത്ഥികളും ഡോക്ടേഴ്സ്, മറ്റ് ജീവനക്കാർ, സാധാരണക്കാരായ എല്ലാ മനുഷ്യരും അവരെ കഴിയുന്ന രീതിയിലുള്ള പ്രതിരോധത്തിന്റെ പ്രചാരണത്തിന്റെ ഭാഗമാവുന്നു എന്നത് അങ്ങേയറ്റം കൃതജ്ഞത നിറയുന്ന അല്ലെങ്കിൽ നമ്മളെ കൃതാർത്ഥരാക്കുന്ന കാഴ്ചയാണ് കാണുന്നത്.